പ്രസംഗം ഒന്നും അറിയത്തില്ല കേട്ടോ. ഈ മറ്റേ കണ്ടുപിടിച്ചുള്ള പരിപാടികളൊക്കെ അറിയത്തുള്ളൂ. എങ്കിലിങ്ങനെ പറയുക. അപ്പോൾ ഒരുപാട് സംസാരിക്കാനും പറ്റില്ല. കാരണം ഇതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഡാൻസ് കളിക്കാൻ വേണ്ടി അവർ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ഒരുപാട് താമസിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ലേറ്റായി. എങ്കിലും വന്ന സ്ഥിതിക്ക് 2 വാക്ക് പറയാം. വളരെ സന്തോഷം. ഇങ്ങനെ ഇങ്ങനൊരു സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. കാരണം എനിക്ക് ആരെങ്കിലും പറഞ്ഞു വിട്ട് ചെയ്യിക്കുന്നവർ എല്ലാ ഗ്യാപ്പിൽ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നു. ഞാൻ വിചാരിച്ചെന്തോ പറഞ്ഞ് ചെയ്യിക്കുന്നവരാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടത് സമൂഹം കൊടുക്കുന്ന മദ്യപാനി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് അല്ലേ? ഒരുപാട് തിരക്കും ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെയുള്ള സമയത്ത് ഞാൻ ചെയ്ത എൻ്റെ പ്രവൃത്തി ഒരു പ്രാവശ്യം നിങ്ങൾക്ക് സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തോടും നിങ്ങളോട് നന്ദി പറയണം. നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ഫ്ലോറിൽ ഇത്രയും ക്രിസ്തരായിട്ടുള്ളവർക്കൊപ്പം വന്നിരിക്കാനും എനിക്കൊരു ചെയർ വരാൻ കാരണമായത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിന് ഞാൻ അതുപോലെ ടീച്ചറിനെ പരിചയപ്പെടുന്ന ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ അയ്യപ്പ അമ്പലത്തിൽ പ്രോഗ്രാം വന്നത് ടീച്ചറിനെ കണ്ടിരുന്നു. അത് മോള് കുഞ്ഞാണ്, ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നു. അതിനുശേഷം അജയൻ ഒരു പരിപാടി ഈ കഴിഞ്ഞിലേക്ക് പിടിച്ച അജയൻ്റെ ഒരു മെഗാ ഷോയ്ക്ക് ഞങ്ങൾ പങ്കെടുത്തപ്പോഴത്തേക്കാണ് വീണ്ടും തിരിച്ച് കാണുന്നത്. അങ്ങനെ വീണ്ടും ആ പരിചയം പുതുക്കി അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാമിന് വരാൻ വേണ്ടിയിട്ട് സാധിച്ചു. എൻ്റെ കാര്യം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഇവിടെ കുഞ്ഞിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദിയുണ്ട്. കാരണം കലയെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം കലയെ പ്രോത്സാഹിപ്പിക്കുക, കലയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവാധീനത്തിൻ്റെ ഏറ്റവും ആദ്യ ലക്ഷണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ് ആദ്യത്തെ കലാകാരൻ. അദ്ദേഹം ആശ്രയിച്ചത് 2 കാര്യങ്ങളെയാണ്. ഒന്ന് കണക്കിനെയും ഒന്ന് കലയും. ഇത് രണ്ടും ഇല്ലാത്ത പ്രപഞ്ചത്തിലൊന്നുമില്ല. അപ്പം നല്ല കണക്കൂട്ടലോടുകൂടി നല്ല കലാപരമായിട്ടുള്ള മൈൻഡോടുകൂടി ജീവിക്കാൻ കലയെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പം പല കാര്യങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് വരുന്നു കലയെന്ന് പറഞ്ഞാൽ. ഇപ്പം പിള്ളേർ വിദ്യാഭ്യാസമൊക്കെ തുടങ്ങിയതിന് ശേഷം ഈ പറയപ്പെടുന്ന ആക്ടിവിറ്റീസ് എല്ലാം വളരെ കുറവാണ്. അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ ഒരു സ്നേഹം ഇഷ്ടം കൊണ്ട് ഇങ്ങനെ പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ഞങ്ങളൊക്കെ ഒരു 10-15 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ നമ്മൾ അവരുടെ വാക്ക് അവരുടെ ആ ഇഷ്ടമനുസരിച്ച് അവരൊന്ന് പാകപ്പെടുത്തി നേരായ വഴിയിൽ നിന്ന് കാട്ടിയാൽ മതി. അവർക്കിപ്പോൾ നല്ല അഡ്വാൻസ് നല്ല ചിന്താഗതികളുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ എപ്പോഴും ഇവിടെ ഇരിക്കുന്ന കൊച്ചു മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൂട്ടുകാരെ പ്രോത്സാഹിക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ അതിനൊരു ഉദാഹരണമാണ്. കാരണം ഒരു കാരണവശാലും എനിക്ക് സ്വന്തമായിട്ട് വളരാനുള്ള സാമർഥ്യമോ സാഹചര്യമോ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ SD കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ആ ഇയറിൽ ഫസ്റ്റിലെ പഠിത്തം നിർത്തിയ വ്യക്തിയാണ്. ഒരു മനുഷ്യൻ അറിഞ്ഞിട്ട് ഞാൻ കോളേജ് കൊടുത്തുകൊണ്ട് ഞാൻ ആരും ശല്യം ചെയ്യാനും പോയില്ല, ഒന്നും ചെയ്യില്ല, നേരെ പോയി വീട്ടിൽ വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ഗ്രൗണ്ടുകളിലൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ പോയപ്പോഴത്തേക്ക് ക്രിക്കറ്റും ബാസ്കറ്റ് ബോളൊക്കെ കളിക്കാൻ പോയ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ ഞാൻ പറയുന്ന തമാശയെ ഇഷ്ടപ്പെടുകയും അവരെന്നോട് കൊള്ളാൻ കേട്ടോ നല്ല നീ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അവരുടെ പ്രോത്സാഹനം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ രീതികളിലൂടെയാണ് ഞാൻ ഒരു കലാകാരനായി തീർന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവം തന്ന സംഭവമാണ്. കലയാകാം, കായികമാകാം, സാഹിത്യമാകാം, എന്തുവാകും, അതിനെ നമ്മൾ മൈൻഡ് ചെയ്യണം. അതിനെ മൈൻഡ് ചെയ്തെങ്കിൽ മാത്രമേ, സ്നേഹിച്ചാൽ മാത്രം മതി. അത് കൊണ്ട് ചെന്ന് നിർത്തുന്ന സ്ഥലം നമുക്ക് എപ്പോഴും അഭിമാനിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നിർത്തുള്ളൂ. കാരണം ഞാൻ പറയട്ടെ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ വെച്ചാൽ ഞാൻ പഠിക്കുന്ന സ്കൂളാണ്, എൻ്റെ വീടിൻ്റെ ഇങ്ങനെ സ്കൂളാണ്. ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് കുറവുള്ള വ്യക്തി, ഏറ്റവും താമസിച്ച് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു.
കാരണം ഞാൻ പോകാത്ത സമയത്ത് എൻ്റെ അവിടുത്തെ ആ സ്കൂളിലെ കുട്ടികൾ വന്ന് വെള്ളം കുടിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്നാണ്. അവിടെ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തി. കാരണം നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് പോകാൻ പറ്റാതെ ആ ഒരു ടൂറിന് പോയാൽ എനിക്കൊന്നും പോകാൻ പറ്റത്തില്ല. എനിക്ക് കല, ദൈവം തന്ന കല എന്ന് പറയുന്ന പുണ്യം കൊണ്ട് ഈ വേൾഡിലെ ലോകാത്ഭുതങ്ങൾ മുഴുവൻ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. 5 പൈസ മുടക്കില്ലാതെ കലയെ സ്നേഹിക്കുന്നവരോട് വിളിച്ചതിൻ്റെ പേരിൽ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായെന്നുള്ളതാണ്. കൃത്യനിഷ്ഠയില്ലാത്ത സമയത്തിന് ഒരു വാല്യം കൊടുക്കാതെ ഞാൻ ഗ്രീൻവിച്ചിലെ സമയത്തിനെ ലോകത്തിൻ്റെ സമയത്തെ കൃത്യതയാക്കുന്ന ഗ്രീൻവിച്ചിലെ അതിനുള്ള ആ മലയാളത്തിലൊരു ആർട്ടിസ്റ്റ് ഞാൻ മാത്രമേ. അപ്പോൾ അതൊക്കെ ദൈവം നമുക്ക് തരുന്ന ഒരു ഭാഗ്യങ്ങളാണ്. അപ്പോൾ ഒന്നുമല്ലാതെ കിടക്കുന്നതിന് നമ്മൾ ദൈവം തരുന്നതിനെ നമ്മൾ മാനിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവന് ദൈവം അവന് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ഉണ്ട്. നമ്മുടെ ആത്മാവിന് അഭിമാനം തോന്നുന്ന പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകും. അടിയിലും വഴക്കും കുറെ പൈസ ഉണ്ടാക്കാനുള്ള പരക്കം പാച്ചകളൊന്നുമല്ല. അമിതമായിട്ട് പൈസ ഉണ്ടാക്കുന്നവൻ പുറകെ വരുന്ന തലമുറയുടെ പാത്രത്തിൽ നിന്ന് കൈവിട്ട് വരുന്നവനാണ്. മനസ്സിലായി? അതല്ല, അവനവൻ്റെ സ്റ്റെപ്പ് മാത്രമേ. അനാവശ്യമായ സ്റ്റെപ്പ് പണിയാൻ നിൽക്കേണ്ട, അത് ദോഷമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവനവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക, ദൈവഹിതമനുസരിച്ച് ജീവിക്കുക. ദൈവത്തിന് ഇഷ്ടപ്പെടുന്നു. നമ്മുടെ അഭിമാനത്തിന്, നമ്മുടെ ആത്മാവിന് അഭിമാനമാണ്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മൈൻഡിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ ആത്മാവിന് അഭിമാനം ഉണ്ടാകുന്ന രീതിയിൽ ദൈവത്തോട് സ്നേഹിച്ച് നമുക്ക് ദൈവം എന്ന കഴിവിനെ നമ്മുടെ പരിമിതിയിലും പ്രാപ്തിയിലും നിന്നുകൊണ്ട് വൃത്തിയും മെനയോടും കൂടി അത് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 12 വർഷമായിട്ട് ഇത്രയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും പിന്നെ ഈ മനോഹരമായിട്ടുള്ള ഒരു സംഭവം ചെയ്തെടുക്കാൻ ഒരാളുണ്ടാകുന്ന ഈ എഫേർട്ട്, ആ എഫേർട്ടിനെ ഞാൻ ടീച്ചറിൻ്റെ എഫേർട്ടിനെ ഞാൻ മാനിക്കുന്നു, ഒരുപാട് ബഹുമാനിക്കുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു. നമ്മൾ ഒരു മനുഷ്യൻ്റെ കാല് തൊട്ട് വന്നു കാല് തൊട്ട് തൊന്ന് പഠിക്കുന്ന ആ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ കാല് തൊട്ട് വന്നിരിക്കുന്നത്. ആ എക്സ്പീരിയൻസ്, ആ എനർജീനെയാണ് നമ്മൾ കാല് തൊട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ടീച്ചറിൻ്റെ കാല് തൊട്ട് വന്നിച്ച എല്ലാ മക്കൾക്കും നല്ല മാത്രം ദൈവം വരുത്തട്ടെ. ഇവിടെ അതിന് പ്രോത്സാഹിപ്പിക്കാനിരിക്കുന്ന ഈ നല്ല സംരംഭത്തെ നല്ല മനസ്സോടുകൂടി ഇവിടെ വന്ന് സഹകരിക്കുന്ന എല്ലാ നല്ല മനസ്സിലുണ്ട്. ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവം നല്ലത് മാത്രമേ വരുത്തത്തുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ നന്ദി, നമസ്കാരം. പിന്നെ